നമ്മളിൽ കുറച്ച് ആൾക്കാരുടെയെങ്കിലും മനസ്സിൽ ഉള്ളൊരു ചോദ്യമാണ്, എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്സാണ് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അതിൽ ഏതൊക്കെയാണ് എനിക്ക് പറ്റുന്നതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഇങ്ങനെയുള്ള ചർച്ചകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വന്ന കാലഘട്ടത്തിൽ. കാരണം മോശപ്പെട്ട ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈ ലോകത്തിൽ ഇന്ന് അവൈലബിൾ ആണ്. ചില ഇൻവെസ്റ്റ്മെൻറ്റ്സ് കണ്ടമാനം മാർക്കറ്റ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് അവർ എത്തിച്ചു തരുന്നു. വളരെ ടെംപ്റ്റിംഗ് ആണ്. ഗ്യാരണ്ടീഡ് റിട്ടേൺസിൻ്റെ കാര്യം പറയുന്നു, ഹൈ റിട്ടേൺസിൻ്റെ കാര്യം പറയുന്നു, നിങ്ങളുടെ ക്യാപിറ്റൽ വളരെ സേഫ് ആണെന്നുള്ള കാര്യം പറയുന്നു, വളരെ ലോ കോസ്റ്റ് ആണെന്ന് പറയുന്നു. ഇതിന് മറികടക്കാൻ വേറൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ആ തരത്തിലൊക്കെ ഒരുപാട് മാർക്കറ്റിങ്ങുകൾ നമ്മൾ കാണുന്നു. ഇതിലേതിനെ വിശ്വസിക്കണം? അതൊരു വലിയ ചലഞ്ചാണ് നമ്മുടെ മുന്നിൽ, അല്ലേ? അതുകൂടാതെ നമ്മളൊരുപാട് എക്സ്പീരിയൻസസും കേൾക്കുന്നു. തെറ്റായ ഒരു ചെറിയ തീരുമാനം എടുത്തിട്ട് വളരെ നഷ്ടം സഹിക്കേണ്ടി വന്ന അവസ്ഥകളൊക്കെ. മിക്കവാറും ഇതുപോലുള്ള കഥകൾ അങ്ങനെ അധികം പുറത്തു വരാറില്ല. അതിനൊരു കാരണമുണ്ട്. തനിക്ക് വന്ന അപമാനം പുറത്ത് ആരും അറിഞ്ഞ് അത് കൂടുതൽ പ്രശ്നമാക്കണ്ട, നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ ഉള്ളത്. ഇത് ഇപ്പോഴത്തെ ഒരു പൊതുവായിട്ടുള്ള പ്രശ്നമാണ്. നമ്മളതിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം നമ്മൾ ഈ സമ്പാദിച്ചത് വളരെ അനേകം സമയം അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്. അത് ഇതുപോലുള്ളൊരു ചെറിയ തീരുമാനത്തിൻ്റെ പെശക് മൂലം നഷ്ടം സംഭവിച്ചാൽ എല്ലാവർക്കും, കേൾക്കുന്നവർക്കും അത് ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് നമുക്ക് ഇനിയും ശരിയായ ആഴത്തിലുള്ള അറിവില്ല എന്ന് പറഞ്ഞ് ഇതുപോലുള്ള ധനനഷ്ടം ഉണ്ടാവാൻ പാടില്ല. ഞാൻ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേറ്ററി ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചാർട്ടും അവൈലബിൾ ആണ്. ഈ ചാർട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്നെ ഒന്ന് DM ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ PDF ഫോമാറ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നമുക്കിതിൻ്റെ ആഴത്തിലേക്കൊന്ന് ചെറുതായിട്ട് ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ചിന്തിച്ച് കഴിയാൻ നേരം നിങ്ങൾ ഒരിക്കലും ഇനിയും ഒരു തെറ്റായ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എടുത്ത് ചാടാതെ നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ചാർട്ടാണിത്. ഇതിനകത്ത് നമ്മൾ 5 ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്സും 5 അതിൻ്റെ ഏത് ഇൻവെസ്റ്റ്മെൻറ്റാണ് നമുക്ക് ഉതകുന്നതെന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്ന 5 ഫാക്ടേഴ്സും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമുക്ക് പിന്നെ വരാം. ഇതിനകത്തിൽ 5 ഫാക്ടേഴ്സ് നമുക്ക് ആദ്യം ആലോചിക്കാം. ഒന്നാമതായിട്ട് ഗോൾ ഫിറ്റ്. നമ്മുടെ ലക്ഷ്യത്തിന് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ എത്രത്തോളം ഉതകുന്നു. ഈ ചാർട്ട് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് തെറ്റായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലേക്ക് പോയില്ല. ഗോൾ ഫിറ്റ്, റിസ്ക് വേഴ്സസ് റിവാർഡ്. അത് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ പണം ഇട്ടാൽ നിങ്ങൾക്കതിൻ്റെ പേ ഓഫ് എങ്ങനെയാണ് ഉണ്ടാവുന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ആണ് റിസ്ക് റിവാർഡ്. ടൈം നീഡഡ്. ഓക്കെ, നിങ്ങളൊരു ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് ഫാമിലിയെ നോക്കണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നു, അതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ജോലിയും മറ്റു ഉത്തരവാദിത്തങ്ങളുടെയും മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യാനും കൂടെ നിങ്ങൾ സമയം ചിലവാക്കേണ്ട ആവശ്യമുണ്ടോ? ആ സമയം നിങ്ങൾക്ക് ഉണ്ടോ? അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമതായിട്ട് അപ്പ് ആൻഡ് ഡൗൺ. വോളറ്റിലിറ്റി എന്ന് പറയും ടെക്നിക്കലായിട്ട്. പക്ഷേ സംഗതി ഒന്നുമില്ല. നമുക്കറിയാം, ഏതോ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് മുകളിലേക്ക് പോകാം, താഴേക്ക് വരാം. ഇത് കൂടുതലും നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടത് ഒരു ഇമോഷണൽ ക്വസ്റ്റ്യനാണ്. കാര്യങ്ങൾ ശരിയായിട്ടല്ല പോകുന്നത് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ഇമോഷണലി പോസിബിൾ ആവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അല്ലയോ? അത് നിങ്ങൾക്ക് കൂടുതൽ ടെൻഷനും സ്ട്രെസ്സും ആണോ തരുന്നത്, മറിച്ച് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന ഒരു പ്രഷർ മാത്രമേ ഉള്ളൂ എന്നാലോചിക്കണം. അത് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിനും ഓരോ തലത്തിൽ ഓരോ രീതിയിലാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോളോ ചെയ്യാനുള്ള ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാനും അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടാനും, നഷ്ടമല്ല നിങ്ങൾക്ക് വളരെ ലാഭത്തിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പുറത്തു വരുവാനും എല്ലാം നിങ്ങളെ സഹായിക്കും. അഞ്ചാമതായിട്ട്, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ വെൽത്ത് നിങ്ങളെ കോമ്പൗണ്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണോ? കോമ്പൗണ്ടിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, അതോ കോമ്പൗണ്ടിങ്ങിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ഉതകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്? ഒരു ചെറുപ്പം ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് കോമ്പൗണ്ടിങ് കൂടുതൽ സഹായകരമായിരിക്കും. അവർ അധ്വാനിക്കുകയും അവരുടെ സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് അവർ അധ്വാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ സമ്പാദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫിനോമിനനാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ലോകത്തിലെ 8ാമത്തെ വണ്ടർ കോമ്പൗണ്ടിങ്. കൂടുതൽ ടൈം ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുമ്പോഴാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്നത്. ചില ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ കോമ്പൗണ്ടിങ് തീരെയില്ല.
അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ കോമ്പൗണ്ടിങ് ഒരു ഫാക്ടർ ആണോ അല്ലയോ, യെസ് ഓർ നോ എന്ന് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് പറ്റുന്നതാണോ അല്ലയോ എന്ന് തീരുമാനിച്ചാൽ എങ്ങനെയാണ് പിന്നെ നിങ്ങൾക്കൊരു റോങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുക? ഇതിനെക്കുറിച്ച് നമുക്ക് റഫായിട്ട് ഒന്നുകൂടെ ചിന്തിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ ടേബിളിൻ്റെ PDF കോപ്പി ചാർട്ടായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ചാർട്ട് എന്നൊന്ന് DM ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്കത് അയച്ചു തരാം. നമ്മളിന്ന് ചിന്തിക്കുന്നത് 5 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഈ ഓരോ ഘടകങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഉതകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അല്ലയോ എന്ന് എങ്ങനെ തിരഞ്ഞെടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. അതൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ സ്റ്റോക്സ്, കുറേ കമ്പനികളുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കാം. രണ്ടാമതായിട്ട് മ്യൂച്വൽ ഫണ്ട്, അത് ETF പോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതിനകത്തൊരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ഒരു ഫണ്ട് മാനേജറിൻ്റെ ഗൈഡൻസും കൂടെ ഉണ്ടാവും. മറ്റേത് കൂട്ടമായിട്ട് കുറേ കമ്പനികളുടെ ഭാഗങ്ങൾ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫണ്ട് മാനേജർ നിങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ടാവും. മൂന്നാമതായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ മ്യൂച്വൽ ഫണ്ടോ അല്ല ETF-നകത്തിൽ സ്റ്റോക്സ് ആണല്ലോ ഉള്ളത്. കളക്റ്റീവ് സ്റ്റോക്സ് ഒരുമിച്ച് വാങ്ങിക്കുന്നതിന് പകരം ഒരു സിംഗിൾ സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഈ പാരാമീറ്റേഴ്സ് പല രീതിയിലാണ് പോകുന്നത്. നാലാമതായിട്ട് കോയിൻസ്, ക്രിപ്റ്റോ കറൻസീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പാരാമീറ്റേഴ്സ് ഒരു രീതിയിലാണ് പോകുന്നത്. റിയൽ എസ്റ്റേറ്റ് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ ചാർട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാമുള്ളതിനെക്കുറിച്ച് ഒരു റഫ് ഐഡിയ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാർട്ട് ആവശ്യമാണെങ്കിൽ എനിക്ക് അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ കൺസൾട്ടിങ് ആവശ്യമാണെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കും. ചൈൽഡ് എഡ്യൂക്കേഷനാണ് എൻ്റെ ഗോളെങ്കിൽ നമുക്ക് ആദ്യം തെറ്റായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയി നോക്കാം. ക്രിപ്റ്റോ കറൻസി സെലക്ട് ചെയ്യാം. എൻ്റെ മകൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഞാൻ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പണം സ്വരൂപിക്കാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ അതെനിക്ക് സൂട്ടബിൾ ആവുമോ ഇല്ലയോ. ഗോൾ ഫിറ്റിനകത്ത് ഇതൊരു സ്പെക്കുലേറ്റീവ് ബെറ്റിംഗ് ടൈപ്പ് ഓഫ് ഗോൾ ആണോ അല്ലയോ. അതായത് എൻ്റെ മകനെ യൂണിവേഴ്സിറ്റി വിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് നടക്കുന്നെങ്കിൽ നടക്കട്ടെ, നടന്നില്ലെങ്കിൽ പോട്ടെ. അതായത് ബെറ്റ് ചെയ്യുകയാണ്. ബെറ്റ് ചെയ്തിട്ട് തോറ്റു പോയെങ്കിൽ കുഴപ്പമില്ല. നമുക്കങ്ങനെ പിന്നത്തേക്ക് മാറ്റി വെക്കാനോ വേണ്ടാന്ന് വെക്കാനോ സാധിക്കുന്ന ഒരു ഗോളാണോ ചൈൽഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കോയിനിൻ്റെ ഒരു പ്രത്യേകത അതൊരു സ്പെക്കുലേറ്റീവ് ബെറ്റിംഗ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിന് റിസ്ക് റിവാർഡ് എങ്ങനെയാണെന്ന് നോക്കാം. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്, ആ കോയിനിൻ്റെ ഗ്രോത്ത്, മാർക്കറ്റ് എത്രത്തോളം ആ കോയിനെ അഡോപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു, അതിന് ഫ്യൂച്ചർ ഉണ്ടോ എന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ജനത അതിനെ എങ്ങനെ കാണുന്നു, അത് ബേസ് ചെയ്തിരിക്കും അതിൻ്റെ ഗ്രോത്ത്. നന്നായിട്ട് പോയാൽ നല്ലതാണ്, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. നമുക്ക് എത്രത്തോളം ടൈം ഇതിനകത്ത് വേണം. ഇതിനകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യാനേ പറ്റുള്ളൂ, പ്രത്യേകിച്ചൊന്നും വേണ്ട. എങ്കിലും നിങ്ങളത് എല്ലാ ദിവസവും വന്ന് കയറി നോക്കും, ഇന്ന് എൻ്റെ കോയിൻ എവിടെ എത്തി, നാളെ എൻ്റെ കോയിൻ എവിടെ എത്തി. അന്നേരം നമുക്കൊരു മീഡിയം ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ആവശ്യമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് നിങ്ങൾക്ക് സാധിക്കുമോ? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുമ്പം ഇത് എല്ലാം നമുക്ക് ഫേവറബിളായിട്ട് വേണം. ഈ ചാർട്ടിലുള്ള എല്ലാം നമുക്ക് പോസിറ്റീവായിട്ടുണ്ടെങ്കിലേ അത് നമുക്ക് സ്യൂട്ടബിൾ ആവുന്നുള്ളൂ. അപ്പ് ആൻഡ് ഡൗൺ, അതായത് ഈ കോയിൻ മോശമായിട്ട് പോവുകയാണെങ്കിൽ നമ്മളെ ഇമോഷണലി എത്രത്തോളം ബാധിക്കും. അയ്യോ, എൻ്റെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഗോൾ അടുത്ത് വരുന്നു, ക്രിപ്റ്റോ കറൻസി താഴെ കിടക്കുന്നേ ഉള്ളൂ, ഞാനെന്ത് ചെയ്യും? വെരി ഹൈ വോളറ്റിലിറ്റി, വെരി ഹൈ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഏതൊരു ക്രിപ്റ്റോ കറൻസി നമ്മളെടുത്ത് നോക്കിയാലും. ഇതിനെ കോമ്പൗണ്ടിങ്ങിൽ ഹെൽപ്പ് ചെയ്യുമോ ഇല്ലയോ? സാധ്യതകൾ വളരെ കുറവാണ്. ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ, ഇതിന് വെരി ഹൈ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമുക്കിത് കോമ്പൗണ്ട് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഇമോഷണലി ഇതിനകത്തിൽ ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ലാത്തതുകൊണ്ട് ഡിസിപ്ലിൻ ഉണ്ടാവാൻ ചാൻസസ് വളരെ ലോയാണ്, അതിൻ്റെ പ്രോബബിലിറ്റി വളരെ ലോയാണ്. അതുകൊണ്ട് തന്നെ കോമ്പൗണ്ടിങ്ങിലും ഇതിന് തീരെ ബെനിഫിറ്റ് നമ്മളെ സഹായിക്കുന്നില്ല, അതാണ് സത്യം. നമ്മുടെ എഡ്യൂക്കേഷൻ ഗോളിന് വേണ്ടിയിട്ട് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സൂട്ടബിൾ ആവുമോ? റിയൽ എസ്റ്റേറ്റിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? നമുക്കറിയാം, ഇവിടെ എഴുതിയേക്കുന്നു അത് ഒരു ഇമ്മീഡിയറ്റ് ഇൻകം, അതുകൂടാതെ വെൽത്ത് പ്രിസർവേഷന് വേണ്ടിയിട്ടും പോസിബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്. ചൈൽഡ് എഡ്യൂക്കേഷനെ കുറിച്ച് ഒന്നും കൂടെ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ, ചൈൽഡ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഫീയിൽ ഏറ്റവും അധികം ഇൻഫ്ലേഷൻ നേരിടുന്ന ഒരു ചിലവാണ് യൂണിവേഴ്സിറ്റി ഫീ എന്ന് പറയുന്നത്. അതായത് ഇന്ന് നമുക്ക് ഒരു സെർട്ടൺ എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ഒരു കുട്ടിക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ
10 വർഷം കഴിയുമ്പോൾ അതിനൊരു 50% വർധനവാണ് ആ ചിലവിന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ചിലവ് വർധന ഇൻഫ്ലേഷനെ കൂടെ നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുമെങ്കിൽ അതൊരു മോർ സ്യൂട്ടബിൾ ഇൻവെസ്റ്റ്മെൻറ്റാണ് ചൈൽഡ് എഡ്യൂക്കേഷൻ ഗോളിന്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ നമ്മളൊരു റിയൽ എസ്റ്റേറ്റിൽ ചൈൽഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ശരിയാവുമോ ഇല്ലയോ? അത് ഇമ്മീഡിയറ്റ് റിട്ടേൺ തരുന്നു. ഒരു വലിയ ലംസമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ നമുക്കൊരു ക്രെഡിറ്റ് ലൈൻ എക്സ്പോഷറും കൂടെ വന്നേക്കാം. കാരണം ബാങ്ക് ലോൺ എടുത്തിട്ടാവാം മേജർ പോർഷൻ നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ഇൻകം തരും എന്നുള്ളത് സത്യമാണ്. അതൊരു വെൽത്ത് പ്രിസർവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അതായത് നമ്മൾ അനേകം നാൾ സമ്പാദിച്ചിട്ട് അതിൻ്റെ വാല്യൂ അധികം പോകാത്ത രീതിയിൽ. അതെന്തുകൊണ്ടാണ്? ഇതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ എങ്ങനെയാണ്? റിയൽ എസ്റ്റേറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ഒരു മീഡിയം അപ്പ് ആൻഡ് ഡൗണേ വരുന്നുള്ളൂ. എത്രത്തോളം കോമ്പൗണ്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു? സഹായിക്കും, പക്ഷേ വളരെ സ്ലോ ആണ് ഇതിൻ്റെ റിട്ടേൺസ് ഗ്രോ ചെയ്യുന്നത്. ഇതിനകത്തുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ ഇമ്മീഡിയറ്റ് ഇൻകവും റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിലുള്ള അപ്രീസിയേഷനും തന്നെയാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം ചൈൽഡ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് അത് സ്യൂട്ടബിൾ ആവുമോ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. ഇതിനെല്ലാം ഉത്തരം നിങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഈ ചാർട്ട് നിങ്ങൾക്ക് PDF കോപ്പി വഴി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്ക ഒന്ന് പറഞ്ഞാൽ മതി, DM ചെയ്യാം, ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം. അതുപോലെ ഇതുപോലുള്ള പേഴ്സണൽ കൺസൾട്ടിങ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനും എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.